ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. OET എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ബർണേഴ്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അനിറ്റ. ഞാനൊരു OET ലാംഗ്വേജ് ട്രെയിനറാണ്. സോ നമ്മുടെ APJ അബ്ദുൽ കലാം പറഞ്ഞിട്ടുള്ളതുപോലെ വിജയിക്കാൻ ഞാനെടുത്തിട്ടുള്ള തീരുമാനത്തിന് കരുത്തുണ്ടെങ്കിൽ പരാജയം ഒരിക്കലും എന്നെ പിന്തള്ളുകയില്ല എന്ന്. അതുപോലെ നമുക്കും ഒരുമിച്ച് മുന്നേറാം. ലക്ഷ്യത്തിലെത്തണമെങ്കിൽ നല്ല മാർഗമാണ് പ്രധാനം. സോ നമുക്ക് നല്ല ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെ OET ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്യാം. സോ അധികം പറഞ്ഞ് ബോറടിപ്പിക്കാതെ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് ചെറിയൊരു പ്രാർത്ഥനയോടെ കടക്കാം. സോ ഹിയർ വി ഗോ. ഓൾറൈറ്റ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ക്യാപിറ്റലൈസേഷൻ റൂളായിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് വേറെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയാസ് ആണ് ഫോർ ലിസണിങ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. OET എഴുതുന്ന പല കൂട്ടുകാർക്കുമുള്ള ഡൗട്ടാണ് ഷോർട്ട് ഫോംസ് എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. OET ക്ലിയറായിട്ട് പറയുന്നുണ്ട് ഷോർട്ട് ഫോംസ് അക്സെപ്റ്റഡ് അല്ല എന്നുള്ളത്. ഓക്കെ, നോ ഷോർട്ട് ഫോംസ് ആർ അക്സെപ്റ്റഡ് ഇൻ ദ OET എക്സെപ്റ്റ് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ഷോർട്ട് ഫോംസ്. അതായത് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഷോർട്ട് ഫോംസ് അല്ലാതെ ഒരു ഷോർട്ട് ഫോംസും ലിസണിങ്, റീഡിങ്, റൈറ്റിങ്ങിന് എഴുതാൻ സാധ്യമല്ല. ഫോർ എക്സാമ്പിൾ, യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ഷോർട്ട് ഫോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റിമീറ്റർ, കിലോഗ്രാം ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതുന്നതിനെയാണ് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ഷോർട്ട് ഫോംസ് എന്ന് പറയുന്നത്. ഇനി HTN, DM, CAD എന്നിങ്ങനെ നമ്മൾ എഴുതാറുണ്ട്. സോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എഴുതാറുണ്ട് HTN, DM, CAD എന്നൊക്കെ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലിസണിങ്ങിനാണെങ്കിൽ നമ്മൾ 5th ഉം 6th ഉം ആൻസർ ഒരുമിച്ച് വന്നു. 5th ആൻസർ മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ എന്നും 6th ആൻസർ ഹൈപ്പർ ടെൻഷനും എന്നുമാണ്. സോ നമുക്കറിയാം വൺസ് ഓഡിയോ പ്ലേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും റിട്ടേൺ വരത്തില്ല. സോ നമുക്ക് പെട്ടെന്ന് എഴുതി വെക്കാം. വളരെ ലൈറ്റ് ഷെയ്ഡിങ്ങിൽ HTN അല്ലെങ്കിൽ എന്താണ് MI എന്ന് എഴുതിയിട്ട് 6th ആൻസർ HTN എന്ന് നമുക്ക് എഴുതാം. പക്ഷേ എന്താണ്, ആഫ്റ്റർ 42 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ് നമുക്ക് 2 minutes ചെക്കിംഗ് ടൈം തരുമ്പോൾ തിരിച്ച് വന്ന് നമ്മളത് എക്സ്പാൻഡ് ചെയ്ത് തന്നെ എഴുതണം. നിർബന്ധമാണ്. ഒരിക്കലും HTN, DM എന്ന് നമുക്ക് എഴുതാൻ പറ്റില്ല. കാരണം ഒരിക്കലും ഒരു നോൺ മെഡിക്കൽ അല്ലെങ്കിൽ മെഡിക്കൽ തന്നെ ആയിരിക്കത്തില്ല നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുന്നത്. ഒബ്വിയസ്ലി നോൺ മെഡിക്കൽസ് ഉണ്ടാവും, മെഡിക്കൽസും ഉണ്ടാവും. സോ ഒരിക്കലും നമ്മുടെ ആൻസറിൻ്റെ അകത്ത് HTN, DM എന്നൊന്നും എഴുതിയിട്ടുണ്ടാവില്ല. എക്സ്പാൻഡ് ചെയ്തിട്ട് തന്നെയായിരിക്കും അവർ എഴുതിയിട്ടുണ്ടാവുക. സോ ഉറപ്പായിട്ടും HTN എന്ന് എഴുതാതെ ഹൈപ്പർ ടെൻഷൻ എന്ന് തന്നെ നമുക്ക് എഴുതണം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് വരും. HTN എന്ന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റീഡിങ്ങിന് നിങ്ങൾ ആൻസർ എഴുതുവാണ്. ആൻസർ പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത് HTN എന്നാണെന്നുണ്ടെങ്കിൽ HTN തന്നെ നമുക്ക് എഴുതാം, പ്രശ്നമൊന്നുമില്ല. ഇനി അത് ഹൈപ്പർ ടെൻഷൻ എന്ന് എഴുതിയെന്ന് വിചാരിച്ച് നിങ്ങളുടെ സ്കോറൊന്നും കുറഞ്ഞു പോകത്തില്ല. മാക്സിമം ഷോർട്ട് ഫോംസ് എഴുതരുത്. ലിസണിങ്ങിനാണേലും റീഡിങ്ങിനാണേലും റൈറ്റിങ്ങിലാണേലും. റീഡിങ്ങിന് മാത്രം നമുക്ക് ചെറിയ എക്സെപ്ഷൻ ഉണ്ട്. കാരണം കോപ്പി പേസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. സോ അതിൽ HTN എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ നമുക്ക് എഴുതാം. HTN പകരം ഹൈപ്പർ ടെൻഷൻ എന്ന് എഴുതിയെന്നർത്ഥം ഒരിക്കലും നിങ്ങളുടെ സ്കോർ കുറഞ്ഞു പോകത്തില്ല. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. നെക്സ്റ്റ് വണ്ണാണ് ബ്രാക്കറ്റ്സ്. അപ്പോൾ ഷോർട്ട് ഫോംസിൻ്റെ കാര്യം നമ്മൾ പഠിച്ചു, ക്യാപിറ്റലൈസേഷനും പഠിച്ചു. ഇനി ബ്രാക്കറ്റ്സ്. നോ ബ്രാക്കറ്റ്സ് ആർ അക്സെപ്റ്റഡ് ഫോർ OET ലിസണിങ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്. ഈ 3 റിട്ടൺ മൊഡ്യൂൾസിലും ബ്രാക്കറ്റ്സ് അലൗഡ് അല്ല. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഹൈപ്പർ ടെൻഷനും എന്നെഴുതി ബ്രാക്കറ്റിൽ ഡയബറ്റീസ് മെലിറ്റസ് എന്ന് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് സ്കോർ കിട്ടത്തില്ല. ഏതെങ്കിലും ഒരെണ്ണമേ എഴുതാൻ നമുക്ക് പെർമിഷൻ ഉള്ളൂ. നെഗറ്റീവ് മാർക്സിങ് ഇല്ല. എന്നിരുന്നാൽ പോലും ഇപ്പോൾ നമ്മുടെ ആൻസർ ഹൈപ്പർ ടെൻഷൻ ശരിയാണ്, ബ്രാക്കറ്റിൽ ഡയബറ്റീസ് എന്നും കൂടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കോർ കിട്ടത്തില്ല. അതുകൊണ്ടാണ് നോ ബ്രാക്കറ്റ്സ് ആർ അലൗഡ് ഫോർ OET 3 റിട്ടൺ മൊഡ്യൂൾസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കും. നെക്സ്റ്റാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്സ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ നിങ്ങളുടെ അടുത്തൊരു ടാസ്ക് തരാം. നിങ്ങൾ തന്നെ ഒന്ന് നോക്കി വെച്ചാൽ മതി. പിന്നെ ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് നോക്കാം. ഇതൊരു കോമൺ എററാണ് എല്ലാവർക്കും വരാറുള്ളത്. കൊളസ്ട്രോൾ, അതിൻ്റെ സ്പെല്ലിങ്
അതുപോലെ തന്നെ സിഗരറ്റിൻ്റെ സ്പെല്ലിങ് എംബൈമ, എംബൈസീമ, എക്സീമ, കോഡിൻ, ഈ സ്പെല്ലിങ് നിങ്ങളൊന്ന് എഴുതി നോക്കുക. ഇപ്പോൾ തന്നെ ഒന്ന് എഴുതി നോക്കുക. അപ്പോൾ തന്നെ മനസ്സിലാവും എങ്ങനെയാണ് സ്പെല്ലിംഗ് എറേഴ്സ് പോകുന്നതെന്നുള്ളത്. ഒരിക്കലും നമുക്ക് സ്പെല്ലിംഗ് എറേഴ്സ് ലിസണിങ്ങിനാണേലും റീഡിങ്ങിനാണേലും റൈറ്റിങ്ങിനാണേലും കൗണ്ടബിൾ ആയിരിക്കത്തില്ല, സ്കോർ കുറയും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൊളസ്ട്രോളിൻ്റെയും പെനസിലിൻ്റെയും സിഗരറ്റിൻ്റെയും എല്ലാം സ്പെല്ലിങ് ഞാനിവിടെ കൊടുക്കാം. നിങ്ങൾ എഴുതിയതും ഈ സ്പെല്ലിങ് കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ ഇട്ടേച്ചാൽ മതി. ക്ലിയർ ആയെന്ന് നെക്സ്റ്റ് ഡേ ഇതിൽ നല്ല ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ടും അതുപോലെ ഇമ്പോർട്ടൻറ്റ് അതർ ക്രൈറ്റീരിയസിൻ്റെ എക്സ്പ്ലനേഷനുമായിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, ഇൻഫോർമേറ്റീവ് ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് OET ഓൺലൈൻ ക്ലാസ്സസ് പോകുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ താല്പര്യമുണ്ട്, ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓഫീസുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. സോ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ. താങ്ക് യു.